പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തെ നിങ്ങൾക്കു തന്നെ കണ്ടെത്താം. നാഥൻ തുണക്കുമാറാകട്ടെ. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സുരിൽ ഖുബൂർ തദ്കുർ ബിഹൽ ആഖിറത വഗ്സിലിൽ മൗത ഫഇന്ന മുആലജത ജസദിൻ ഖാവിൻ മൗഇളത്തുൻ ബലീഗ വസല്ലി അലൽ ജനായിസി ലഅല്ല ദാലിക അൻ യുഹ്സിനക ഫഇന്നൽ ഹസീന ഫീ ളില്ലില്ലാഹ്. 3 കാര്യങ്ങൾ മരണവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ഖബർസ്ഥാനിൽ നിത്യസന്ദർശകരാകണം. അങ്ങനെ നിങ്ങൾ നിരന്തരമായ നൈരന്തര്യമായ സന്ദർശനങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഖിറം, ഇനി ഒരു ലോകം കൂടെ നാം ജീവിച്ചു തീർക്കേണ്ടതുണ്ട്, പരലോകം നമുക്കുണ്ട് എന്ന ബോധ്യത്തെ എപ്പോഴും ഒരു റിമൈൻഡർ ആയിക്കൊണ്ടത് പ്രവർത്തിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടാമതായി പറഞ്ഞത് മരണപ്പെട്ടവരെ കുളിപ്പിക്കുക എന്ന് പറയുന്ന ദൗത്യം. ഇന്ന് പലർക്കും അതിൻ്റെ ഷർത്തോ ഫർളോ റുക്നുകളോ ഒന്നും അറിയാത്തൊരവസ്ഥയുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മരണപ്പെട്ടവരെ നിങ്ങൾക്ക് കുളിപ്പിക്കാൻ സാധ്യമാകുമെങ്കിൽ നിങ്ങൾ തന്നെ അതിന് മുന്നിടുക. അത് മോശമായ സംഗതിയല്ല. മറിച്ച് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളാകുന്ന ഈ ശരീരവും ഇതേ ഒരു പൊസിഷനിലെത്തേണ്ടതുണ്ടെന്ന ബോധ്യം, അത് മൗഇളത്തുൻ ബലീഗ, ലോകത്തൊരു വാഇലിനും ഒരു മോട്ടിവേഷണൽ സ്പീക്കറിനും ഒരാൾക്കും നിങ്ങൾക്ക് തരാൻ കഴിയാത്ത ഏറ്റവും വലിയ ഒരു ഉപദേശകനായിക്കൊണ്ട് ആ പ്രവർത്തനം മാറുമെന്നും മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി പറയുന്നത്, നിങ്ങൾ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണം. എന്തിനു വേണ്ടിയാണതത്രേ? നിങ്ങൾക്ക് സങ്കടം വരും. ആ സങ്കടങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വലിയ രൂപത്തിൽ അത് തണലില്ലാത്തൊരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് ആഖിറത്തിൽ. ആ ദിവസത്ത് നിങ്ങൾ സങ്കടപ്പെട്ടതിന് അത് തണലായി മാറുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവർത്തികമാക്കുക. നാഥൻ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.